41 വയസ്സുള്ള വളരെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരനായ പ്രശസ്തനായ ഹൃദയരോഗ വിദഗ്ധൻ, കാർഡിയോളജിസ്റ്റ്. 16,000-ഓളം സർജറികൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അഥവാ 16,000-ഓളം ആളുകളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ പ്രമുഖനായ ഡോക്ടറാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ് മരണപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 16,000-ഓളം സർജറികൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ചെയ്യുകയും ഇനിയും കുറച്ചധികം കാലം ജീവിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിരുന്ന ആ ഡോക്ടർ മരണപ്പെടുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ്. അദ്ദേഹത്തിന് ദുശീലങ്ങളൊന്നുമില്ല, പുകവലിക്കാറില്ല, മദ്യപിക്കാറില്ല, കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നവരാണ്. കാരണം ഇത്തരം വിഷയങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും. സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നവരാണ്. മറ്റു ദുശീലങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കൃത്യമായ ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്രയും ആളുകളെ ഹൃദയവുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തിയിരുന്ന ഡോക്ടർ ഹൃദയാഘാതം വന്ന് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രോഗങ്ങൾ തൊട്ട് സാധുക്കളായ നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിനോട് എപ്പോഴും ആഫിയത്തിനെ കുറിച്ച് ചോദിക്കാം. ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കാൻ കഴിയുന്നവർ പൂർണ്ണമായും കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ആഫിയത്തിന് വേണ്ടിയിട്ട്, ഇത്തരം രോഗങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിനെ തൊട്ട് കാവല് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞൊരു ദുആഉം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുകയാണെങ്കിൽ ഇത്തരം മരണങ്ങളെ തൊട്ട്, അറ്റാക്കുമായി ബന്ധപ്പെട്ട, ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ട്, ആൻജിയോഗ്രാം ചെയ്തവരുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരുണ്ട്, ബ്ലോക്ക് ഉള്ളവരുണ്ട്, ഹാർട്ടിന് ഹോൾസ് ഉള്ളവരുണ്ട്, അവർക്കൊക്കെ ഈ ഒരു ദുആഉം ഈ ഒരു ദിക്റൊക്കെ പകർത്താൻ വേണ്ടി സാധിക്കും. പൂർണ്ണമായും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ ഒരു ഡോക്ടർ 41 വയസ്സുള്ള വളരെ യങ്ങായിട്ടുള്ള പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ്, അദ്ദേഹം മരണത്തിലേക്ക് വഴുതി വീഴാനുള്ള കാരണങ്ങൾ പറഞ്ഞെടുത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണല്ലോ, കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ, പക്ഷെ അദ്ദേഹം പോലും ശ്രദ്ധിക്കാതെ പോയൊരു ഏരിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും സമാധാനത്തിലായിട്ടുള്ള, ശാന്തിയിലായിട്ടുള്ള ഒരു ടൈം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കിട്ടാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ 41 വയസ്സിന്റെ ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം പഠിക്കുന്ന സമയവും അദ്ദേഹം ജോലി ചെയ്യുന്ന സമയമൊക്കെ ഏകദേശം 14-15 മണിക്കൂറുകൾ മുഴുവനും മനസ്സും ശരീരവും ഒക്കെ ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് മനസ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സമയം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികൾ ഈ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ വളരെ നന്നായി ഇത് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, ഇത് കേൾക്കുന്ന പ്രവാസികള്, അവരൊക്കെ ഈ വീഡിയോ കേട്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ പ്രവാസികളിൽ ഒരുപാട് ആളുകൾ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്ന ന്യൂസ് നമ്മൾ ഈ അടുത്തായിട്ട് ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഹൃദയാഘാതം സംഭവിക്കുന്നു? ഹൃദയാഘാതം സംഭവിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സമാധാനമില്ലാതെ സ്ട്രെസ്സോടുകൂടി, മാനസിക സമ്മർദ്ദത്തോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രമപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത്തരം ടെൻഷൻസുകൾ നമ്മുടെ തലയ്ക്ക് എപ്പോഴും വരുന്നത് കൊണ്ടാണ് ഇത്തരം ഹൃദയാഘാതങ്ങൾ, അറ്റാക്കുകൾ സംഭവിക്കുന്നത് എന്ന് മെഡിക്കൽ ഫീൽഡിലുള്ള വലിയ വിദഗ്ധരൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് പ്രധാന കാരണം? വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, ജോലിയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുക, കുടുംബത്തിന്റെ വിഷയങ്ങൾ ആലോചിച്ച്, അവർക്ക് വന്ന കടത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ച്, പെട്ടെന്ന് എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് ഒരുപാട് മനസ്സിന്
താങ്ങാൻ കഴിയാത്ത വിഷയങ്ങളൊക്കെ എപ്പോഴും തലക്കുള്ളിൽ പേറി നടക്കുന്നത് കൊണ്ടാണ് ഇത്തരം അറ്റാക്കുകളും ഹൃദയാഘാതങ്ങളും സംഭവിക്കുന്നത് എന്നാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാസ ലോകത്ത് നിൽക്കുമ്പോൾ അവർ ഇത്തരം വിഷയങ്ങൾ വല്ലാതെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്? നാട്ടിലെ പ്രയാസങ്ങള്, പിന്നെ അവിടെ കഠിനമായ ചൂടിൽ ജോലി ചെയ്യുമ്പോൾ ഒരു നിലക്കും മനസ്സിനൊരു ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, മാനസിക സമ്മർദ്ദം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതിന് ഏറ്റവും നല്ല മാർഗത്തിൽ ഒരു മാർഗമാണ് നമ്മുടെ മനസ്സ് ശാന്തിയോടുകൂടെ സമാധാനത്തോടുകൂടെ നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു ഏരിയയിൽ പോയി, ഒരു ഉദ്യാനത്തിൽ പോയി, ഒരു ഗാർഡനിൽ പോയി, ഇനി അവിടെ ഒന്നും പോകുന്നില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പൂമുഖത്തേക്കൊന്ന് ഇറങ്ങി ഒരു 10-20 മിനിറ്റ് എല്ലാ ദിവസവും മനസ്സ് ഫ്രീ ആയി വെറുതെ ശ്വാസം എടുക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ശ്വാസം എടുക്കുക, അതിങ്ങനെ പുറത്തേക്ക് അയക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു എക്സസൈസിൽ മാത്രം ഒരു കാര്യവും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യവും ഇല്ലാതെ മനസ്സ് ഫ്രീ ആയിട്ട് ചുരുങ്ങിയത് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും സമയം ചെലവഴിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആകുലതയോടുകൂടെ, വേവലാതിയോടുകൂടെ, പ്രയാസത്തോടുകൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണേ. ഈ മനസ്സിന് എപ്പോഴെങ്കിലും നമ്മൾ ഒരു ഫ്രീ ടൈം കൊടുക്കുന്നുണ്ടോ? ഈ ടെൻഷൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു സമയം, ഈ സ്ട്രെസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു സമയം, ഈ താങ്ങാനും സഹിക്കാനും പറ്റാത്ത ചില വിഷയങ്ങൾ ആലോചിച്ചുകൊണ്ട് തല ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലാതെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്ന് പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആനന്ദം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് ചുരുങ്ങിയതെങ്കിലും ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു പ്രകൃതി രമണീയമായ നല്ലൊരു നേച്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങളുടെ ആ ഏരിയകളിൽ എവിടെയെങ്കിലും എൻജോയ്മെന്റ് ചെയ്യാനോ എന്റർടൈൻ ചെയ്യാനോ ഉള്ള ഏതെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ അവിടെയൊന്ന് പോയിരുന്നാൽ ഈ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അത് കാരണമാക്കുമെന്നുള്ളതാണ്. അത് കാരണമായിട്ട് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് പ്രവാസികൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു, കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നില്ലേ? ഈ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു, ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു ഒക്കെ ഇത്തരം മാനസിക സമ്മർദ്ദം തലക്ക് വരുന്നതുകൊണ്ടാണ്. അത്തരം ആളുകൾക്ക് ഉറക്കം കുറയും, അവർക്ക് ടെൻഷനായിരിക്കും, രക്തസമ്മർദ്ദം നന്നായിട്ടുണ്ടാകും. അത് പല കാരണങ്ങളെ കൊണ്ടായിരിക്കാം. അത് ഒരു പക്ഷേ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ, നമ്മുടെ സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ശകാരങ്ങൾ, അത് കാരണമായിട്ട് ടെൻഷൻ അടിച്ച് വീട്ടിൽ പോയിട്ട് നാളെ എന്റെ ജോലിക്ക് അത് ബാധിക്കോ എന്ന് കരുതുന്നവര്, സഹപ്രവർത്തകർക്കിടയിലുള്ള ഹറാസ്മെന്റ്സ്, അല്ലെങ്കിൽ അവർക്കിടയിൽ നിന്ന് കേൾക്കുന്ന കുത്തുവാക്കുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും തലക്ക് വെച്ച് ഇങ്ങനെ നടക്കുന്നവരുണ്ടാവും. അതൊന്ന് ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റിവെക്കാൻ വേണ്ടി ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മളൊക്കെ ഫാസ്റ്റ് ഫുഡ് നല്ലോണം കഴിക്കുന്നവരാണ്. നമ്മുടെ ഭക്ഷണശീലങ്ങള്, നമ്മുടെ ജീവിതശൈലികള്, ഇതിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ മുൻകാലങ്ങളെക്കാളും കൂടുതൽ ഇത്തരം അറ്റാക്കുകളും ഹൃദയാഘാതവും അതേപോലെ തന്നെ സൈലന്റ് അറ്റാക്ക് പോലെയുള്ള പെട്ടെന്ന് മരണപ്പെടാൻ കാരണമാകുന്ന രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്ന ഏരിയകളിൽ നിന്നുണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും അതങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി വളരെ ദേഷ്യത്തോടു കൂടെ ഇറങ്ങിയതാണെങ്കിൽ അത് നമ്മുടെ ജോലി സ്ഥലത്ത് പോയിട്ട് അത് തീർക്കാൻ നിൽക്കരുത്. ഇന്ന് പല ആളുകളുടെയും കേസിൽ നമ്മളങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ പല ആളുകളിവിടെ വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താ? ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്താണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിലെത്തുമ്പോൾ ഞാൻ എൻ്റെ എന്നെക്കാട്ടിലും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളെയാണ് കാണുന്നത്. അപ്പൊ അവരങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊരു ഷണ്ട കൂടിയ വഴക്ക് കൂടിയ വിഷയം കൂടി എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടാ വരുന്നത്. ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങ് അറ്റാക്ക് ചെയ്ത് ഫയർ ചെയ്ത് പോയതാണെന്ന് പറയാറുണ്ട്.
അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. വീട്ടിലുള്ളത് വീട്ടിൽ വെച്ച് തന്നെ തീർക്കുക. അത് ജോലി സ്ഥലത്തേക്ക് എടുക്കാതെ, ജോലി സ്ഥലത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലുള്ളത് അത് വീട്ടുകാർക്കിടയിലേക്ക് ഇറക്കാതെ, ഓരോ വിഷയങ്ങളും അതതു ഏരിയകളിൽ തന്നെ മാത്രം ഒതുക്കി അവിടെ തന്നെ പരിഹരിച്ച് അടുത്ത ഏരിയയിലേക്ക് എത്തുമ്പോൾ അവിടെ വളരെ കൂളായിട്ട് നിൽക്കാൻ വേണ്ടി കഴിയണം. അതൊക്കെ നമ്മുടെ മാനസിക സമ്മർദ്ദം അത് കുറയ്ക്കാൻ വേണ്ടി കാരണമാക്കും. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തുള്ളത് വീട്ടിലേക്ക് എത്തിക്കാതിരിക്കുക, വീട്ടിലുള്ളത് ജോലി സ്ഥലത്തേക്ക് എത്തിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ 16,000-ഓളം സർജറി ചെയ്ത, അപ്പോ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത്, അതിൻ്റെ ധമനികളിൽ എന്തെങ്കിലും ബ്ലോക്സുകൾ, അത് എത്രത്തോളം അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ തിക്നെസ് എത്ര ഉണ്ട്, ഇതൊക്കെ കൃത്യമായി അറിയുന്ന, സ്വന്തം ശരീരത്തെക്കുറിച്ച് കൃത്യമായി അത് അനലൈസ് ചെയ്യുന്ന, എപ്പോഴും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് 16,000-ഓളം ആളുകൾക്ക് സർജറി ചെയ്ത, എന്നാൽ സ്മോക്കിങ്ങോ ഡ്രിങ്ക്സോ മദ്യപാനമോ പുകവലിയോ ഇങ്ങനെ ദുശീലങ്ങളൊന്നും ജീവിതത്തിലില്ലാത്ത, നിത്യമായി വ്യായാമം ചെയ്യുന്ന, ആരോഗ്യത്തിനെ കുറിച്ച് ബോധേഡായിട്ടുള്ള, മെഡിക്കൽ ഫീൽഡിൽ പ്രസിദ്ധനായ സുപരിചിതനായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ ഫീൽഡിലുള്ള നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ തന്നെ മരണം കാരണമാകുമ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നൂറെ മദീനയുടെ അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അതെന്തിനു വേണ്ടിയിട്ടുള്ള ദുആ ആണെന്നറിയോ? സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, മാനസിക സമ്മർദ്ദമില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സാധ്യമാകാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദുആ ആണ് ഈ ദുആ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റജുലൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളിലേക്ക് ഒരു സ്വഹാബി വരികയാണ്. ഫഖാൽ, ആ സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അയ്യു ദുആഇ അഫ്ളൽ, ഏതു പ്രാർത്ഥനയാണ് ഏറ്റവും മഹത്തായ പ്രാർത്ഥന, ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രാർത്ഥന ഏതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൽ റബ്ബക്കൽ ആഫിയ, നീ നിന്റെ റബ്ബിനോട് ആഫിയത്തിനെ ചോദിക്കുക. നിന്റെ ശരീരത്തിനുള്ള ആരോഗ്യം, ആ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടുള്ള നല്ല ഒരു ആരോഗ്യമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക. ആ ദുആ ആണ് ഏറ്റവും മഹത്വമായ ദുആ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ആ ഒരു ദുആ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ദുആ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് കുറയ്ക്കാം, സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാം, ശാന്തമായി ജീവിക്കാം, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം. ജീവിതത്തിൽ പകർത്തിക്കോ. ഇതൊരു സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്. അഥവാ ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് സംസാരിക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് മുഴുവനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഹബീബായ തങ്ങളിലൂടെ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയപ്പെട്ട വളരെ മഹത്തമായ ഒരു ദുആ ആണ്. ഞാനത് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഇത് കാണാതെ പഠിച്ചു വെക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. ഇതാണ് ആ ദുആ. ഈ ദുആ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഈ ദുആ ജീവിതത്തിൽ പകർത്തിയാൽ ടെൻഷൻ ഉണ്ടാവില്ല, പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ, പ്രയാസങ്ങളില്ലാതെ, റാഹത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളൊക്കെ തയ്യാറായോ? ഇത് മുഴുവനായിട്ട് ദുആ ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കാം. ഈ നമ്മുടെ മജ്ലിസ് നടക്കുമ്പോൾ, നൂറെ മദീനയുടെ മജ്ലിസിൽ എല്ലാ ദിവസവും രാവിലെ വിർദുൽ ലത്തീഫ് ചൊല്ലുമ്പോൾ അതിൽ ചൊല്ലുന്നൊരു ദിക്റാണിത്. വിർദുൽ ലത്തീഫിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം എന്താണ് ആ ദിക്ർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ
اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي എന്ന് പറഞ്ഞിട്ടുള്ള ദുആ. ഇതിൽ ഈ ഭാഗമെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കണം. ഏത് ഭാഗം? ഇതിങ്ങനെ ടെൻഷനില്ലാതെ ജീവിക്കാൻ ഇതൊരു മന്ത്രമായി കൊണ്ട് നടക്കുക, എപ്പോഴും ഇത് ചൊല്ലുക, ഇത് നാക്കിൽ ഇങ്ങനെ വരിക. ഓക്കെ, അപ്പൊ എങ്ങനെ വരേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അത്ര വരെ മതി. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നന്മകൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടെൻഷനില്ലാത്ത, മാനസിക സമ്മർദ്ദമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത, ഒരു സ്വൈര്യമായ, ഒരു സന്തോഷമുള്ള, റാഹത്തുള്ള, അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞ് ഓരോ ദിവസവും ഫോൺ വിളിക്കുന്നുണ്ട്. സമയത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും പലരുടെയും ഫോണുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി കോൺടാക്ട് ചെയ്ത് നോക്കുക. വാട്സപ്പിൽ അയച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കോൾ ചെയ്യാതെ വീണ്ടും SMS അയച്ചുകൊണ്ടേയിരിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ഇൻസ്റ്റഗ്രാമിൽ അയച്ചു നോക്കുക. ഏതെങ്കിലും ഒരു വഴിയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് മറുപടി തരാൻ വേണ്ടിയിട്ട് സമയത്തിനനുസരിച്ച് ശ്രമിക്കും. ഒന്നും ബോധപൂർവം കോൾ എടുക്കാതിരിക്കുന്നതോ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതോ മെസ്സേജ് റീഡ് ചെയ്യാതിരിക്കുന്നതോ അല്ല. അത് അത്രയും തിരക്കിൽ പെട്ടതുകൊണ്ട്, അതിന് സമയം കിട്ടാതെ വരുന്നത് കൊണ്ടാണ്.